ഞാൻ ഡോക്ടർ ശാന്തകുമാരി, തിരുവനന്തപുരത്ത് മാതാ ആയുർവേദ ഐ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാക്യുലർ ഡീജനറേഷൻ എന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. അതിൻ്റെ ആയുർവേദ വശങ്ങളെക്കുറിച്ച് മാത്രം. നേത്ര ചികിത്സാ രംഗത്ത് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് മാക്യുലർ ഡീജനറേഷൻ. കാരണം അത് അത്രയും പരിചിതമാകാനുള്ള കാരണം തന്നെ അതിനെ അനുഭവിക്കുന്ന വ്യക്തികളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കണക്കനുസരിച്ച് പറയപ്പെടുന്നത് ബ്ലൈൻഡ്നെസ്സിനുള്ള കാരണങ്ങളിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് മാക്യുലർ ഡീജനറേഷൻ. ഒന്നാമത് തിമിരം തന്നെ. ഇപ്പം അതിന് ചികിത്സ കൊണ്ട് മാറ്റാൻ നല്ല ടെക്നോളജി സർജറികൾ കൊണ്ട് തിമിരത്തിനെ നമ്മൾ മാറ്റി നിർത്തിയാൽ മാക്യുലർ ഡീജനറേഷൻ എന്നും ഒരു സുരക്ഷിതമായിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗം ആണെന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ അത് വിക്ടിംസ്, അത് അനുഭവിക്കുന്നവരുടെ നമ്പർ കൂടി വരികയാണ്. ഇനി എന്താണ് മാക്യുലർ ഡീജനറേഷൻ? കണ്ണിനകത്തുള്ള നെർവസ് ലെയർ, റെറ്റിന എന്ന് പറയുന്ന ആ നാഡീപടലം, അതിൻ്റെ ഒരു പ്രത്യേക ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള പോയിൻ്റ് സ്ഥാനമാണ് മാക്യുല എന്ന് പറയുന്നത്. നമ്മുടെ ഷാർപ്പ് വിഷൻ അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് വിഷൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്, ഈ സ്ഥാനമാണ്. അപ്പോൾ പുറമേ നിന്നുള്ള വസ്തുക്കൾ തട്ടി വരുന്ന ലൈറ്റ് റേസ് കണ്ണിനകത്ത് കേന്ദ്രീകരിച്ചിട്ടാണല്ലോ കാഴ്ചശക്തിയുടെ തുടക്കം. ആ കേന്ദ്രീകരിക്കുന്ന പോയിൻ്റാണത്. അവിടെ ഉണ്ടാകുന്ന ചില ശാരീരിക പ്രവർത്തനങ്ങൾ, ഇലക്ട്രിക്കൽ, ഫിസിക്കൽ, നെർവസ് ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വന്ന് ഉണ്ടാകുന്ന നെർവ് ഇമ്പൾസ് ആണ് ഈ നമ്മുടെ കാഴ്ചശക്തിയുടെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മാക്യുല എന്നുള്ളത് കണ്ണിലെ കാഴ്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു സ്ഥാനമാണ്, ഒരു ഏരിയയാണ്. ഈ മാക്യുല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു ഡീജനറേറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ബാധിക്കുന്നത് കാഴ്ച തന്നെയാണ്. അല്ലാതെ വേദന ഉണ്ടായി, അല്ലെങ്കിൽ കണ്ണ് ചുവപ്പായി, വെള്ളം വരുന്നു, അല്ലെങ്കിൽ നീര് വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും അല്ല മാക്യുലർ ഡീജനറേഷൻ വരുന്നത്. ഡയറക്റ്റായിട്ട് കാഴ്ചയെ തന്നെ ബാധിക്കും. അപ്പോൾ കാഴ്ചയുടെ ആ ഷാർപ്പ്നെസ്സിൻ്റെ വിവിധ തലങ്ങളെയായിരിക്കും അത് ടച്ച് ചെയ്യുന്നത്. ഒരു കാഴ്ചശക്തി എന്ന് പറയുന്ന സമയത്ത് അതിലൊരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിൻ്റെ എങ്ങനെ ഒരു കാഴ്ച ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിൽ ഇന്ന സ്ഥാനത്ത് ദൂരം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. ഇത്ര ദൂരത്തിലുള്ള വസ്തുക്കളെ വരെ നമുക്ക് കാണാൻ കഴിയുക, ഡിസ്റ്റൻസ് വൈസ്. പിന്നെ കളറ്, ശരിയായ കളറിൽ തന്നെ തിരിച്ചറിയാൻ പറ്റണം. പിന്നെ ഒന്ന് സൈസ്, അതിന് ശരിയായൊരു സൈസിൽ തന്നെ നമുക്ക് വലിപ്പത്തിൽ തന്നെ കാണാൻ പറ്റണം. പിന്നെ ഷേപ്പ്, അതിൻ്റെ ആകൃതി, ശരിയായ ആകൃതിയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പിന്നെ ഫീൽഡ്, ഇത്രയും വ്യാപ്തിയിൽ, ഇത്രയും ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയണം. ഇങ്ങനെ കാഴ്ചശക്തിയുടെ ശരിയായ നോർമൽ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഘടകങ്ങളും ചേർന്നാൽ മാത്രമാണ് നമുക്ക് നോർമൽ വിഷൻ എന്ന് പറയുന്നത്. ദൂരം, വലിപ്പം, സൈസ്, ഷേപ്പ്, ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇതൊക്കെ ശരിയായ രീതിയിൽ കാണുമ്പോഴാണ് ശരിയായ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാഴ്ചയ്ക്ക് വൈകല്യം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതിലെങ്കിലും വൈകല്യം വരുന്ന ഒക്കെ കാഴ്ച വൈകല്യങ്ങളാണ്. ദൂരം കാണാൻ പറ്റും, പക്ഷെ ഷേപ്പ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ദൂരത്ത് ഷേപ്പ് ശരിയാണ്, പക്ഷേ കളറ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ കളറ് ശരിയാണ്, പക്ഷേ ഡിസ്റ്റൻസിൽ കിട്ടില്ല. ഇങ്ങനെ പല രീതിയിലുള്ള വൈകല്യങ്ങളാണ് കാഴ്ചയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഷാർപ്പ് വിഷനുള്ള കേന്ദ്രമാണ് മാക്യുല എന്നതുകൊണ്ട് തന്നെ മാക്യുലയിൽ വരുന്ന ഒരു രോഗം ഈ പറഞ്ഞ കാഴ്ചയുടെ വിവിധ തലങ്ങളിൽ ഏതിനെങ്കിലുമൊക്കെ ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ മാക്യുലർ ഡീജനറേഷനിലെ ആദ്യം വരുന്ന വൈകല്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ആ ഷേപ്പിന് വരുന്ന വ്യത്യാസം തന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഡിസ്റ്റോർട്ടഡ് വിഷൻ. ഷാർപ്പ്നെസ് അങ്ങ് പോകും. അതായത് സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ വളഞ്ഞു കാണുക, അത് വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും സിക്സാഗ് ആയിട്ട് അങ്ങനെ വളഞ്ഞൊക്കെ കാണുക. പിന്നെ ചില ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ വിഷൻ കിട്ടിയില്ല എന്ന് വരും. അതായത് എന്താ പറയുന്നത്, ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ വായിക്കുമ്പോഴൊക്കെ ചില അക്ഷരം മിസ്സായി പോകുന്നു വരും, ശരിക്കും കിട്ടുന്നില്ല. ആ ഒരു മിസ്സിങ് ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ നേരെ നോക്കുന്ന, ഏറ്റവും കൂടുതൽ കാണുന്ന ലക്ഷണം അതാണ്. സെൻട്രലായിട്ടാണ് നേരെ നോക്കുന്ന സ്ഥലത്ത് അവർക്കൊരു ഡാർക്ക് ഏരിയ ആയിരിക്കും. ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് കാഴ്ച കിട്ടുന്നില്ല, അവിടെ ബ്ലോക്ക് ആയിരിക്കും. നമ്മളൊരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുഖം ഇരുണ്ടിരിക്കുന്ന പോലെ തോന്നാം.
അല്ലെങ്കിൽ നമ്മളൊരു ഒരു നല്ല പ്ലെയിൻ സർഫസിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഡാർക്ക് സർക്കിൾ പോലെ വ്യക്തമായിട്ട് കാണുന്നതായിരിക്കും. എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ സ്ഥലത്ത് വിഷൻ ബ്ലോക്കായി പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള അതിനൊപ്പം തന്നെ കളറിനും മിക്കവാറും പേർക്ക് കളറും ശരിയായ രീതിയിൽ നമുക്ക് ഷാർപ്നെസ് കിട്ടാതിരിക്കാം. അപ്പോൾ സൈസിന് വ്യത്യാസം വരുന്നു, ഷേപ്പിന് വ്യത്യാസം വരുന്നു, ഏരിയയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചയുടെ വിവിധ പലതരത്തിലുള്ള ഘടകങ്ങളിൽ വരുന്ന വൈകല്യത്തിന് ആണ് മാക്യുലർ ഡീജനറേഷനിലെ രോഗിക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഈ രോഗത്തിൻ്റെ മിക്കവാറും ഒരു സ്വഭാവം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ നമുക്ക് ചികിത്സയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ചികിത്സിക്കാൻ പറ്റുമെന്നാണ്. പല രീതിയിലുള്ള ചികിത്സകൾ ഇപ്പം നിലവിലുണ്ട്. ഞാൻ അലോപ്പതി സിസ്റ്റത്തെ പറ്റി പറയുന്നില്ല, ഒരുപാട് അത് ഞാൻ അതിലൊരു എക്സ്പെർട്ടല്ല. അതിൽ കുറേ പലതരത്തിലുള്ള ഗുളികളും ഐ ഡ്രോപ്സും അതുപോലെ തന്നെ കണ്ണകത്തെടുക്കുന്ന ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷേ ആയുർവേദത്തിലേക്ക് വരുന്നവരെ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ കാലമായിട്ട് ചികിത്സിക്കുന്നു, പക്ഷെ വിചാരിച്ച ഡിസൈഡ് റിസൾട്ടും ഇല്ല. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള പല പല കാരണങ്ങളെ കൊണ്ട് ആയുർവേദത്തിലേക്ക് വരുന്നവരുണ്ട്. ചിലർ ആയുർവേദം തന്നെ സെലക്ട് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആയുർവേദത്തിൽ അതിൻ്റെ അപ്രോച്ചിനെ പറ്റി ചെറിയൊരു സൂചന തരാം. അപ്പോൾ രണ്ട് രീതിയിൽ തന്നെ ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഒന്ന് ഗ്രാജുവലായിട്ട് ഇങ്ങനെ വന്ന് ഒരു ഡ്രൈ ARMD എന്ന് തന്നെ പറയും, ഡ്രൈ മാക്യുലർ ഡീജനറേഷൻ. ഏജ് റിലേറ്റഡ് ആണ് കൂടുതൽ വരുന്നത്, അതുകൊണ്ടാണ് ARMD എന്നുള്ള വാക്ക് പറയുന്നത്. അല്ലാത്ത ഗ്രൂപ്പുണ്ട്, അതിന് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. അപ്പോൾ അതിൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു രസായന ചികിത്സ എന്നുള്ള രീതിയിലേക്ക് വേണം പോകാനായിട്ട്. അതായത് കണ്ണിൻ്റെ ബലത്തിനെ വർദ്ധിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ കുറച്ചുകൂടെ ബലപ്പെടുത്തി ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണ് അവിടെ ആവശ്യം. അപ്പോൾ അവിടെ ആയുർവേദത്തിൽ കൂടെ പറയുകയാണെങ്കിൽ വാതശമനമായിട്ടുള്ള ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തൈലപ്രയോഗങ്ങൾ, നെയ്യ്, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചികിത്സകൾ അവിടെ ലക്ഷണങ്ങൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. ഓൺസെറ്റ് സ്ലോ ആയിരിക്കും. ക്രമേണ കാഴ്ച കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഡിം ഏരിയകൾ കൂടി വരുന്നു. അങ്ങനെയുള്ള പ്രായോഗിക വിഷമങ്ങൾ വരുമ്പോഴാണ് ഒരു വാദപ്രധാനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള സ്നിഗ്ധ പ്രയോഗങ്ങൾ, രസായന ചികിത്സകളും സ്നിഗ്ധമായിട്ടുള്ള പ്രയോഗങ്ങളും ചെയ്ത് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. തൈലധാര, ശിരോവസ്തി, ബ്രഹ്മണമായിട്ടുള്ള നസ്യം, കണ്ണിലൊഴിക്കുന്ന മരുന്നുകൾ, ആ മരുന്നുകളെ കൊണ്ട് തർപ്പണം ചെയ്യാം. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നമുക്കത് നല്ലവണ്ണം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന്, വാദത്തിൻ്റെ ആധിക്യത്തിനേക്കാൾ കൂടുതലായിട്ട് മറ്റ് ഘടകങ്ങളുടെ ശരീരത്തിൽ ആയുർവേദം അറിയുന്നവർക്ക് കേട്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും വാദം, പിത്തം, കഫം. അപ്പോൾ വാദത്തിനേക്കാൾ കൂടുതൽ പിത്തത്തിനോ കഫത്തിനോ ഉള്ള പ്രാധാന്യം വരുമ്പോഴാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് കിടക്കുന്നത്. അവിടെ രോഗത്തിൻ്റെ ഓൺസെറ്റ്, അതിൻ്റെ ഉത്ഭവം വളരെ മിക്കവാറും ഒരു സഡൻ ആയിരിക്കാം. അതുപോലെ സ്ലോലി വന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്നു, അല്ലെങ്കിൽ ഇന്നലെ നോക്കുന്ന സമയത്ത് കാഴ്ചയിൽ മങ്ങൽ തോന്നി, ഇന്നത്തേക്ക് വളരെ കൂടുതലായി, അങ്ങനെ പറയുന്ന ഒരു സഡൻ ഓൺസെറ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്. അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകാം. അപ്പോൾ മേഖല എന്ന് പറഞ്ഞ സ്ഥലം സാധാരണ രീതിയിൽ അവാസ്കുലറാണ്. എന്ന് വെച്ചാൽ രക്തവാഹിനികൾ അവിടെ ഇല്ല, രക്തക്കൊള്ളികളില്ല, സർക്കുലേഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് ബ്ലഡ് വെസൽസ് എൻക്രോച്ച് ചെയ്യുകയും അതൊന്ന് ലീക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആ സ്ഥലത്ത് മേഖലയിലെ എഡിമ പോലെ വരിക, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ എക്സുഡേറ്റ് ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വന്ന് ലീക്ക് ചെയ്തതിന് ശേഷം അത് എക്സുഡേറ്റായി കെട്ടിക്കിടക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അവിടെ ചെയ്യുന്ന ചികിത്സകൾ ഇതുപോലെ വെറും രസായനം എന്നുള്ളതിലേക്ക് പോരാ. നമുക്ക് ഈ കഫപിത്ത ശമനം എന്ന് പറയും, അതിൽ അല്പം കൂടെ ഒരു രോഗണ സ്വഭാവം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന, കഞ്ചഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ കൂടെ ചെയ്തിട്ട് വേണം പിന്നീട് കണ്ണിനെ ബലപ്പെടുത്താനായിട്ട്. അതായത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്യണം. വെസൽസ് ബ്ലോക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കഞ്ചഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ സർക്കുലേഷൻ ശരിയാകത്തക്ക രീതിയിലുള്ള ഫ്ലോ ശരിയാക്കി എടുക്കണം. ആ രീതിയിലുള്ള ചികിത്സകൾ വേണം ആദ്യം ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് വാസ്കുലാരിറ്റി ശരിയാക്കി എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് മേക്കുലർ ഏരിയ, ആ സ്ഥാനത്തിനെ ബലപ്പെടുത്തി സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ, അതാദ്യം പറഞ്ഞ ഗ്രൂപ്പിലേക്കുള്ള ചികിത്സ തന്നെയായിരിക്കും. വാദത്തിന് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രൂപ്പിൽ പറഞ്ഞ രീതിയിലുള്ള ചികിത്സകൾ ഇവിടെ രണ്ടാമത്തായിട്ട് ചെയ്യണം.
അപ്പോൾ ചുരുക്കത്തിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ പറഞ്ഞ രോഗങ്ങളാണ് നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ടതും ചികിത്സയിൽ അല്പം കൂടി പ്രാധാന്യം കൊടുത്ത് സ്റ്റേജ് നോക്കി മാറ്റം വരുത്തേണ്ടതും വരും. അതിൽ ഒരേ രീതിയിൽ ചികിത്സയായിരിക്കും ചെയ്യുക. ഇതിൽ നമുക്ക് വളരെ എന്താ പറയുക, യുക്തിപൂർവ്വം തന്നെ രോഗാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനെ നമ്മൾ കണക്കിലെടുക്കണം. ഫോർ എക്സാമ്പിൾ ബ്ലീഡിങ് ഉള്ള സമയത്ത് നമ്മൾ അത് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാനായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ അറസ്റ്റഡ് ആവും. അതിനുശേഷം പിന്നെ ക്ലോട്ട് ഉണ്ടെങ്കിൽ അതിനെ അലിയിച്ച് കളയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചികിത്സയുടെ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മരുന്നുകൾക്കോ മാറ്റം വരുത്തണം. മാറ്റം വരുത്തേണ്ട ആ ഘട്ടം വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു എക്സ്പെർട്ട് ഹാൻഡിന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിനെ സംരക്ഷിച്ച് നമുക്ക് മറ്റു കോംപ്ലിക്കേഷനോ കാഴ്ച നഷ്ടപ്പെടാമെന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിയും. അതുപോലെ ധാരാളം രക്ഷപ്പെടുത്തുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാക്യുലർ ഡീജനറേഷൻ എന്നുള്ളൊരു വാക്ക് എവിടെയും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ശരിയായുള്ള ചികിത്സ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതിനുവേണ്ട സ്റ്റെപ്പുകൾ ആലോചിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി സൂചനകൾ തന്നത് ഡോക്ടർ ശാന്തകുമാരി, തിരുവനന്തപുരത്ത് മാതാ ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. താങ്ക് യു.